ജോർജ്, മഴയൊന്ന് തോർന്നെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങാമായിരുന്നു. അയ്യോ, ഓ, തോരുന്ന മട്ടൊന്നും കാണുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ഇത് നോക്കൂ കുട്ടികളെ, മഴ പെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ബുക്കുകൾ വായിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അതെ, നല്ല ഐഡിയ. വാസ്റ്റ് വേർഡ്, നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം. എന്താ, നീ ലൈബ്രറിയിലേക്ക് പോകണോ? ഞാനും വരുന്നു. മഴ തീരുന്നവരെ എന്തെങ്കിലുമൊക്കെ വായിക്കാം. ഞാനും പോകുന്നു. ഒരുപാട് സ്നാക്സ് കഴിക്കാൻ പാടില്ല മോളെ, അതവിടെ വെച്ചേക്ക്. എനിക്ക് വേണ്ടി വയ്ക്കാൻ പറയുന്നത് പോലെയുണ്ട്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇതൊന്നകത്താക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സുഖം തന്നെ. ഓ, അറപ്പിച്ചവൻ. പുറത്ത് ഭയങ്കര മഴയുടെ അകത്തോട്ട് ഞാനൊന്ന് വന്നോട്ടെ. ശരി ശരി, വാ. ഇവിടെ ആരും ഇല്ല. വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആണല്ലോ നിന്റെ വരവ്. നീ അതിന്റെ മോളിൽ കയറിയിരിക്കുന്ന എന്തിന്? ഞാൻ ഉന്നം പിടിക്കുകയായിരുന്നു. നല്ല ഉന്നം. ഉന്നം ശകലം തെറ്റിപ്പോയി. പക്ഷേ ക്രാഷ് ലാൻഡിംഗ് ആയിപ്പോയ. ഇപ്പൊ കാണിച്ചത് സർക്കസിലായിരുന്നു. ഈ 10 കാശെങ്കിലും കിട്ടുമായിരുന്നു. അതെ അതെ, കളിയാക്കാൻ മാത്രമല്ലേ നിനക്കറിയൂ. നീ എപ്പം നന്നാവാൻ പോണോ? എന്തു പറ്റിയാ നിന്റെ കൈക്ക്? ഒന്നുമില്ല, എന്റെ കാലിനും കൈ വ്യായാമം ചെയ്തപ്പോ തുള്ളിമാനെ പോലെ തുള്ളി തുള്ളി നടന്നതല്ലേ എന്റെ അളിയൻ. ഇനി എന്തരിയോളിയാ? അപ്പൊ ഇനി എനിക്ക് ഓടാനും ചാടാനും ഒന്നും പറ്റൂലെന്നാണോ നീ പറയുന്നത്? സാരമില്ല, ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന ആഹാരം കഴിക്കുന്നത് എങ്ങനെ? മഴക്കാലമാണ് നമുക്ക് ബുക്സ് വായിക്കാനായിട്ട് ഏറ്റവും പറ്റിയ ദിവസം. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ ബുക്ക് എടുക്കണമെങ്കിൽ ഇത്തിരി പാടുപെടും. പിടിച്ചോ. ഇതുവരെ ലോക റെക്കോർഡ് നേടിയ എല്ലാവരും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. സ്റ്റുവർട്ട്, ഇത് കണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുഴുക്കളെ കഴിച്ചത് ഇയാളാ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതിനകത്തുണ്ട്. നോക്കൂ സ്റ്റുവർട്ട്, ഒന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ സ്നോബലിന്റെ പടവും വരണമല്ലോ ഈ ബുക്കില്. ഓ, ഗിന്നസ് ബുക്കിലുണ്ട് ഇദ്ദേഹത്തിന്റെ പടം. ഈ ഫോട്ടോ കണ്ടോ? സ്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വയലിനും വായിച്ച് റെക്കോർഡിട്ട ആളാ. സ്റ്റുവർട്ട്, ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണല്ലോ നീയും ചിന്തിക്കുന്നത്. ഇതാ, ജോർജ് ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടെ എന്റെ പേരിനും ഈ ലോക റെക്കോർഡ് ബുക്കിൽ ഒരു സ്ഥാനം കിട്ടും. ഇത് ശരിക്കും നല്ലൊരു ഐഡിയ ആണ് ബോയ്സ്. നിങ്ങളെ ഓർത്ത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് മക്കളെ. എങ്ങനെയാണ് റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ലോകത്തിൽ ആദ്യമായി കൂടുതൽ സമയം പിങ് പോങ് കളിച്ച് റെക്കോർഡിടാൻ പോവുകയാണ്. റെഡിയാണോ? ഇത് പൊക്കണമെങ്കിൽ 2 പേര് വേണം. ഞാൻ തുടർച്ചയായിട്ട് 8 പ്രാവശ്യം അടിച്ചു അല്ലേ ജോർജെ? നിങ്ങൾക്ക് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടർന്ന് 9000 തവണയെങ്കിലും കളിക്കേണ്ടതായി വരും. അതിനൊക്കെ കുറെ സമയം എടുക്കുമല്ലേ? നടക്കുന്ന കാര്യമാണോ ഇതെല്ലാം? ഓക്കെ, ഫാനൊന്ന് ഓൺ ചെയ്യോ ജോർജെ? ഒരു മിനിറ്റ്, ഇപ്പൊ ഒരു കാര്യം കാണിച്ചു. Doe je jongens en meisjes? ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കിക്കോ.